നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബാസ്ക്കറ്റ് കുറിച്ചാണ്. പ്രത്യേകിച്ച് NBA. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, NBA സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് 31 ജൂലൈ മുതൽ. സോ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ്, എങ്ങനെയാണ് കളിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്ലെയറിനെ ചൂസ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു ബേസിക് വീഡിയോ ആണിത്. സോ വീഡിയോ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. പിന്നെ എനിക്കൊരു കൺസേൺ പറയാനുണ്ട്, അതായത് എൻ്റെ വീഡിയോസ് എത്രയധികം എഫേർട്ട് ഇട്ടിട്ടാണ് ഇടുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഡേ ബൈ ഡേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടെങ്കിലും എൻ്റെ വ്യൂസും കാര്യങ്ങളെല്ലാം കുറയുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. അത് നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ടെലിഗ്രാമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങളുടെ കമൻസ് പോസ്റ്റ് ചെയ്യും. കാരണം ഒത്തിരിയധികം കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഇടുന്നത്. സോ വീഡിയോസിന് അത്രയധികം വ്യൂസും സപ്പോർട്ടും കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ എന്നുള്ളത്. സോ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ റൺ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. നിങ്ങളാണ് ഈ ചാനലിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ. സോ അധികം നമ്മൾ പറഞ്ഞ ടൈം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. സോ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു പ്ലേ ബാസ്ക്കറ്റ് ബോൾ ഓർ NBA ഡ്രീം ലെവൻ. ബേസിക്കലി ഇത് NBA കുറിച്ചിട്ടുള്ളതാണ്. കാരണം NBA മാത്രമാണ് കുറച്ച് റിലയബിൾ ആയിട്ടുള്ള ലീഗായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ പേഴ്സണലി കളിച്ചിട്ടുള്ള ലീഗാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ലീഗിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒന്നാമത് 31 ജൂലൈന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒരു ബ്രഷ് പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം നടക്കുന്ന സ്ക്രിമ്മേജ് എന്ന് പറഞ്ഞത് പ്രീ സീസണാണ്. അപ്പോൾ പ്രീ സീസണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെഞ്ചിലെ പ്ലെയേഴ്സ് എല്ലാവർക്കും അവർ പിന്നെയും ടൈം കൊടുക്കും. സോ നമുക്ക് ഒട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ നടക്കുന്ന ലീഗ്സ്. സോ ഇനി വരാൻ പോകുന്ന മെയിൻ ലീഗ്, അതായത് 31 ജൂലൈ മുതൽ നടക്കുന്ന മെയിൻ മാച്ചസ്, അതിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നടക്കുന്ന സ്ക്രിമ്മേജ് മാച്ചസിൽ നിങ്ങൾ ദയവേത് ഇൻവെസ്റ്റ് ചെയ്തത്, അതെൻ്റെ ഒരു ടിപ്പാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോ ഇതാണ് എൻ്റെ ടെലിഗ്രാം ID. ടെലിഗ്രാമിൽ ഇതുവരെയും ജോയിൻ ചെയ്തില്ല എന്നുള്ളവർ ജോയിൻ ചെയ്യുക. സോ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനലിന് അത്യാവശ്യം. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ ഉണ്ടാകത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് ഇൻട്രൊഡക്ഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ലീഗ്, ബാസ്ക്കറ്റ് ബോളിൻ്റെ മെയിൻ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NBA ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സോ NBA തിരിച്ചു വരികയാണ് 31 ജൂലൈയിൽ. കൊറോണ ഇമ്പാക്റ്റ് കാരണം സ്റ്റോപ്പ് ചെയ്തൊരു ലീഗാണ്. സോ ഇതെല്ലാം തിരിച്ചു വരികയാണ്. അതൊരു ബെസ്റ്റ് ലീഗ്, ബാസ്ക്കറ്റ് ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ലീഗാണ്. കാരണം ഇൻഫോർമേഷൻസ് റെഡിലി അവൈലബിൾ ആണ്, ക്രെഡിബിലിറ്റി 100% ആണ്. അതുപോലെ ഫാൻറ്റസിയുടെ കാര്യങ്ങളാണെങ്കിലും നമ്പർ 1 ആണ്. സോ ഈ ഒരു ലീഗ്, ബാസ്ക്കറ്റ് ബോളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലീഗ് നിങ്ങൾ മാക്സിമം ഇൻഫോർമേഷൻസ് സെക്യൂർ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം. 3 മെമ്പർ ആണെങ്കിലും 4 മെമ്പർ ആണെങ്കിലും GL ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ലീഗാണ് NBA. ഇനി ബാസ്ക്കറ്റ് ബോൾ കുറച്ചൊരു അല്പം ട്രിക്കി ആയിട്ട് തോന്നും NBA. കാരണം പ്രത്യേകിച്ച് പ്ലെയേഴ്സിൻ്റെ ക്രെഡിറ്റ് ഇഷ്യൂസ്, പ്രത്യേകിച്ച് SP പ്ലെയേഴ്സ്, അതായത് ലെബ്രൺ ജെയിംസ്, ആന്തോണി ഡേവിസ് പോലത്തെ പ്ലെയേഴ്സിൻ്റെ, അല്ലെങ്കിൽ ലേക്കേഴ്സ് പോലത്തെ ഒരു ടീം വരുമ്പോൾ 2 സ്റ്റാർ പ്ലെയേഴ്സ് അവർക്കുണ്ടാവും എപ്പോഴും ലേക്കേഴ്സിൽ, അതായത് ജെയിംസും ഡേവിസും. സോ ഇവർ രണ്ടുപേരുടെയും ക്രെഡിറ്റ്സ് ഇപ്പോൾ ഒരു നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോകെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ക്രെഡിറ്റ്സ് കൂടി വരും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലെയറിനെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാറ്റഗറി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലേക്കേഴ്സിൻ്റെ മാച്ച് ഓട്ടോമാറ്റിക്കലി റിസ്കി എന്നുള്ളൊരു കാറ്റഗറി ആവും. സോ ആ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില മാച്ചസ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ചില മാച്ചിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം NBA ഉണ്ടാവും. സോ ക്രെഡിറ്റ് ഇഷ്യൂസിൻ്റെ ബേസിസിലാണ് നമുക്ക് NBA ഈ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം ഉള്ളത്. ഇനി ബാസ്ക്കറ്റ് ബോൾ എങ്ങനെയാണ് കളിക്കുന്നതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിപ്പോൾ NBA ആണെങ്കിൽ കൂടി. സോ ആ ഒരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്യുവറായിട്ടും പറഞ്ഞിരുന്നതാണ്. ഇനി ബാസ്ക്കറ്റ് ബോളിനെ സംബന്ധിച്ചിടത്തോളം കോമൺ പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടീമിൽ 12 പ്ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈച്ച് ടീം, 2 ടീം കളിക്കുകയാണെങ്കിൽ 12 പ്ലെയേഴ്സാണ് ഉണ്ടാകുന്നത്. അതിൽ 5 പേരായിരിക്കും കോർട്ടിൽ കളിക്കുന്നത് മെയിനായിട്ട്, അതായത് മെയിൻ ലൈനപ്പിൽ വരുന്ന 5 പ്ലെയേഴ്സ് ആയിരിക്കും. ഇനി ഇൻ്റർനാഷണൽ ബാസ്ക്കറ്റ് ബോളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മിനിറ്റാണ് കളി നടക്കുന്നത്. അതിൽ 4 ക്വാർട്ടറാണ്. ഒരു ക്വാർട്ടർ 10 മിനിറ്റ് വെച്ച്, അങ്ങനെ 40 മിനിറ്റാണ്. ഇനി NBA സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന കംപ്ലീറ്റ് ഇൻ്റർനാഷണൽ ലീഗ്സാണ്. സോ ഈ ഒരു NBAക്ക് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 മിനിറ്റാണ് 4 ക്വാർട്ടർ. അതായത് ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 12 മിനിറ്റാണ്. സോ ഓട്ടോമാറ്റിക്കലി ടീമിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് ജയിക്കുന്ന ആരോ അവരായിരിക്കും ജയിക്കാൻ പോകുന്നത് നാച്ചുറലി. ഇനി
ഡ്രീം ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കോമൺ പോയിന്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 8 പ്ലെയേഴ്സിനാണ് നിങ്ങൾ ഡ്രീം ലെവലിൽ ചൂസ് ചെയ്യേണ്ടത്. ഒരു ടീമിൽ നിന്ന് മാക്സിമം 5 പേരാണ് ചൂസ് ചെയ്യേണ്ടത്, മിനിമം 3. അതിൽ പോയിന്റ് ഗെയിൻസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് പോയിന്റ് ഗെയിൻസ് ആണ്. അതായത് ഫീൽഡ് ഗോൾ, അതിപ്പോൾ 1 വരാം, 2 വരാം, 3 വരാം. സക്സസ്ഫുൾ ഫ്രീ ത്രോ എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ പോയിന്റ് ആയിരിക്കും. ഇനി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ടൈപ്പ് പ്ലേയേഴ്സാണുള്ളത്. അതായത് പോയിന്റ് ഗാർഡ്, ഷൂട്ടിംഗ് ഗാർഡ്, സെൻറ്റർ, സ്മോൾ ഫോർവേഡ്, പവർ ഫോർവേഡ്, ഇങ്ങനെ 5 കാറ്റഗറിയിലായിരിക്കും നമ്മൾ ടീം തന്നെ സെലക്ട് ചെയ്യേണ്ടത്. സോ ഈ ഒരു 5 കാറ്റഗറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഗാർഡ്, ഷൂട്ടിംഗ് ഗാർഡ്, പിന്നെ സെൻറ്റർ. കാരണം ഈ ഒരു സെക്ഷനിലാണ് കൂടുതൽ 3 പോയിൻറ്റേഴ്സ് അല്ലെങ്കിൽ 2 പോയിൻറ്റേഴ്സ് ഒക്കെ വരുന്നത്. ബാക്കി പവർ ഫോർവേഡിനും സ്മാൾ ഫോർവേഡിനും അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു നോർമൽ ക്രൈറ്റീരിയയിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ 3 പോയിൻറ്റേഴ്സ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് പോയിന്റിൽ 3-2 ഒക്കെ കൂടുതൽ ഇടുന്നത് പോയിന്റ് ഗാർഡ്, ഷൂട്ടിംഗ് ഗാർഡും സെൻറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ഇനി ഡ്രീം ലെവലിനെ സംബന്ധിച്ചിടത്തോളം NBA CO VC എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. ഓൺലി SP എന്നുള്ളൊരു ഒറ്റ പ്ലെയറേ ഉള്ളൂ, സ്റ്റാർ പ്ലെയർ. അത് നമ്മൾ നോർമലി സെലക്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഗാർഡ് ആയിരിക്കും, ഷൂട്ടിംഗ് ഗാർഡ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻറ്റർ ആയിരിക്കും. ഈ 3 പ്ലേയേഴ്സിന് തന്നെയാണ് നമ്മൾ 90% മാച്ചസിൽ നമ്മൾ ഇടാൻ പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ 3 പോയിൻ്റർ ഇടുന്ന ആൾക്കാർ തന്നെയായിരിക്കും നമ്മൾ എന്തായാലും ഇടാൻ പോകുന്നത്. ഇനി മിനിറ്റ്സ് പെർ ഗെയിം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈച്ച് പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം. ഇനി മിനിറ്റ്സ് പെർ ഗെയിമിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു പോയിൻ്റ് ഉണ്ട്, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NBA നമ്മൾ ഒരു ടീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്രെഡിറ്റിൻ്റെ അഭാവം കൊണ്ട് നമ്മൾ മിക്കവാറും എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ടിനായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ആ സബ്സ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുന്ന പ്ലെയേഴ്സും അത്രയധികം പോയിൻറ്റ്സ് തന്നാൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ടീം ഉണ്ടാക്കാൻ പറ്റൂ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവർ കളിക്കുന്ന മിനിമം മിനിറ്റ്സും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സൈറ്റ്സും അതിൻ്റെ ഇൻഫർമേഷൻസും എല്ലാം ഞാനൊരു എക്സാമ്പിൾ പോലെ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക, ഫുള്ളായിട്ടിരുന്ന് വാച്ച് ചെയ്യുക. ഇനി പ്ലേയേഴ്സിൻ്റെ പൊസിഷനിങ് ആണ് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത്. പ്ലേയേഴ്സിൻ്റെ പൊസിഷനിങ് ഞാൻ കുറച്ചും കൂടെ വരച്ച് ഇലാബറേറ്റ് ആയിട്ട് തരുന്നതാണ്. ഇനി പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് പോയിന്റ് ഗാർഡ്, ഇനി ഇതാണ് ഷൂട്ടിംഗ് ഗാർഡ്, ഇത് സെൻറ്റർ, ഇത് പവർ ഫോർവേഡ്, ഇത് സ്മോൾ ഫോർവേഡ്. അങ്ങനെ 5 കാറ്റഗറിയാണ് ഉള്ളത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഗോൾ കോർട്ട്, ഇവിടെയാണ് നമ്മൾ ബോൾസ് റേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ പോയിന്റ് സിസ്റ്റമാണ്. പോയിന്റ് സിസ്റ്റം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഈ പോയിന്റ് സിസ്റ്റം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്ഫുൾ ടീം ഉണ്ടാക്കാൻ പറ്റൂ. കാരണം നിങ്ങൾ പോയിന്റ് സ്കോർ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. പോയിന്റ് സ്കോർ, അതായത് ഏതൊരു പോയിന്റ് ആണെങ്കിലും സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആണ്. അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത്, അത് 2 പോയിൻറ്റോ 3 പോയിൻറ്റോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും 3-ഓ 2 എന്നുള്ളത് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് പോയിന്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 1 ആണ്. റീബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2. റീബൗണ്ട് എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി അസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ആണ്. സ്റ്റീൽസ് 3, ബ്ലോക്ക് 3. സോ ഈ സ്റ്റീൽസും ബ്ലോക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് 3 പോയിൻറ്റർ പോലെ. ടേൺ ഓവർ അതുപോലെ തന്നെ -1 ആണ്. -1 ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ -1 എന്ന് പറഞ്ഞൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ്. സോ നമുക്ക് അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ആയിട്ട് നോക്കാം. ഇനി ഇലാബറേറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റ് ഗാർഡും ഷൂട്ടിംഗ് ഗാർഡും സ്മോൾ ഫോർവേഡിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക. ഈ 3 പേരുടെ പൊസിഷനും കോർട്ടിന് പുറത്താണ്. അപ്പോൾ കോർട്ടിന് പുറത്തുനിന്ന് കൂടുതൽ എടുക്കുന്ന പ്ലെയേഴ്സിനാണ് കൂടുതൽ 3 പോയിൻറ്റർ അല്ലെങ്കിൽ 2 പോയിൻറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ ഇവർ ഇതൊന്നും ചെയ്യത്തില്ല എന്നല്ല, ഇവരും ഇതുപോലെ തന്നെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഈ പ്ലെയർ ആണെങ്കിൽ ഇവിടെ പുറത്ത് വരാം, ഇവിടെ പുറത്ത് വരാം. പക്ഷേ കൂടുതലായിട്ടും ഈ പവർ ഫോർവേഡും സെൻറ്റർ ഫോർവേഡും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കോർട്ടിൻ്റെ അകത്ത് തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത കാര്യം നോക്കേണ്ടത് പോയിന്റ് ഗാർഡ്. പോയിന്റ് ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീബൗണ്ട് പോയിന്റ് വെക്കാം. അതായത് പോയിന്റ് ഗാർഡ് ഇവിടെ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ പുറത്തുനിന്നാണ് ഇടുന്നതെന്നെങ്കിൽ 3 പോയിൻ്റ് ആണ്. 3 പോയിന്റ് എന്ന് പറയുമ്പോൾ 3 പോയിന്റ് സെക്യൂർ ആണ്. ഇനി സപ്പോസ് പോയിന്റ് ഗാർഡ് ഇവിടെ ഇടുന്ന സമയത്ത് ഇത് അവർക്ക് പോയിന്റ് വീണില്ലെന്ന് വെച്ചോ, ഈ സാധനത്തിൽ വീണില്ല. ഇങ്ങനെ വീഴാത്ത സമയത്ത് ഇവിടെ സെൻറ്റർ ഫോർവേഡോ അല്ലാന്നുണ്ടെങ്കിൽ പവർ ഫോർവേഡോ ആ ബോൾ എടുത്ത് ഇതിനകത്തോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒഫൻസീവ് റീബൗണ്ട് എന്ന് പറയുന്നത്. ഒഫൻസീവ് റീബൗണ്ട് ആണെങ്കിലും ഡിഫൻസീവ് റീബൗണ്ട് ആണെന്നുണ്ടെങ്കിലും 1.2 പോയിന്റ് തന്നെയാണ്.
സോ അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോഴത്തേക്ക് ഈ ഒരു അടുത്ത് നിൽക്കുന്ന രണ്ട് പ്ലേയേഴ്സിനാണ് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്നത്. സോ ആ ഒരു കാറ്റഗറി വരുമ്പോഴാണ് നമുക്ക് ഈ ഒഫൻസീവ് റീബൗണ്ട് വരുന്നത്. ഇനി ഇവിടെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ സ്മോൾ ഫോർവേഡ് ഇവിടെ ഡയറക്റ്റായിട്ട് ഒരെണ്ണം ഇട്ടെന്ന് വെച്ചോളൂ, സ്മോൾ ഫോർവേഡ് ഡയറക്റ്റായിട്ട് ഇട്ടെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ വേണ്ട ഷൂട്ടിംഗ് ഗാർഡ് ഡയറക്റ്റായിട്ട് ഇവിടെ ഇട്ടെന്ന് വെച്ചോളൂ. ഡയറക്റ്റായിട്ട് ഇടുമ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വീഴത്തില്ലെന്ന് വെച്ചോളൂ. അങ്ങനെ ഒപ്പോണൻറ്റ് പ്ലെയറിൽ ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്ലെയേഴ്സ് ബോൾ തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിഫൻസീവ് റീബൗണ്ടിനും ഒഫൻസീവ് റീബൗണ്ടിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.2 പോയിൻറ്റ്സ് തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഷൂട്ടിംഗ് ഗാർഡും സ്മോൾ ഫോർവേഡും പോയിൻറ്റ് ഫോർവേഡിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഇവിടെ ഡയറക്റ്റായിട്ട് ഇടാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലെയേഴ്സാണ് ഇത് മൂന്നും. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സെയിമായി പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിൻറ്റ് ഗാർഡ് ഇവിടെ ഇട്ടു, റീബൗണ്ട് ചെയ്തു, തിരിച്ചു വന്നു, ബോൾ കോർട്ടിനകത്ത് വീണില്ല എന്നുണ്ടെങ്കിൽ ഒപ്പോണൻറ്റ് പ്ലെയേഴ്സ് എടുക്കുമ്പോഴും 1.2 എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ഫോർവേഡ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഗാർഡ് ഇവിടെ സെൻറ്റർ ഫോർവേഡിനോ അല്ലാന്നുണ്ടെങ്കിൽ പവർ ഫോർവേഡിനോ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അസിസ്റ്റ് കൊടുക്കും. അതായത് നമ്മുടെ ഫുട്ബോളിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പാസ് കൊടുക്കുന്നു. പാസ് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അത് അസിസ്റ്റ്. നമ്മുടെ ഫുട്ബോളിൽ നമ്മൾ ഗോൾ അടിക്കുമ്പോൾ കിട്ടുന്ന അതേപോലത്തെ പോയിൻ്റ് തന്നെയാണ് 1.5. അപ്പോൾ ആ 1.5 പോയിൻ്റ് ആരാണോ ലാസ്റ്റ് കൊടുക്കുന്നത്, അത് മിക്കവാറും സ്മോൾ ഫോർവേഡ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഗാർഡ്, പോയിൻറ്റ് ഗാർഡ്, ഈ മൂന്ന് പേരിൽ ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 1.5 പോയിൻ്റ് കിട്ടും. സോ അതുകൊണ്ട് എല്ലാം കൊണ്ടും തന്നെ ഈ 3 കാറ്റഗറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലോക്കും അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 3 പോയിൻ്റ് വെച്ചാണ് കിട്ടുന്നത്. ഇത് മൂന്നും കിട്ടാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫോർവേഡ് അല്ലാന്നുണ്ടെങ്കിൽ സെൻറ്റർ, ഈ 3 കാറ്റഗറിയിലുള്ളവർക്കാണ് കൂടുതലായിട്ടും കിട്ടാൻ പോകുന്നത്. അതായത് സപ്പോസ് ഒരു ഒപ്പോണൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ ഇങ്ങനെ നിൽക്കുന്നു, അപ്പോൾ പവർ ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർ തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്തിടാം. ആ പ്ലെയറിനെ ഇടാതിരിക്കാനായിട്ട് ബ്ലോക്ക് ചെയ്യാം. ആ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എന്താണെന്നുണ്ടെങ്കിലും 3 പോയിൻ്റാണ്. ഇനി ഒരാൾ ഡ്രിബിൾ ചെയ്തുകൊണ്ട് വരികയാണെന്ന് വെച്ചോളൂ, അതിപ്പോൾ പോയിൻറ്റ് ഗാർഡ് ആണെങ്കിലും ആരാണെങ്കിലും ഡ്രിബിൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അവരെ നിന്ന് ബോൾ സ്റ്റീൽ ചെയ്ത് കഴിഞ്ഞാലും സെയിം 3 പോയിൻ്റ് തന്നെയാണ് കിട്ടുന്നത്. സോ പവർ ഫോർവേഡ് അല്ലെങ്കിൽ സെൻറ്റർ ഇവർക്കാണ് കോമൺ ആയിട്ടും ഈ ഒരു പോയിൻറ്റ്സ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ലേക്കേഴ്സിൻ്റെ ആന്റണി ഡേവിസിന് അതുപോലെ സ്റ്റീലിനും ബ്ലോക്കിനും ഒത്തിരിയധികം പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ടിപ്പായിട്ട് നോക്കുക, അതായത് ഈ സ്മോൾ ഫോർവേഡ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അകത്ത് കയറി കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. അതായത് സ്മോൾ ഫോർവേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 3 പോയിൻറ്റും ഒരേപോലെ ഇടാൻ പറ്റും. അതുപോലെ തന്നെ അകത്തോട്ട് കയറി ഡയറക്റ്റ്ലി നമ്മുടെ കോർട്ടിൽ കയറി ബോൾ ഇടാനും പറ്റും. ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്, അതാണ് സ്മോൾ ഫോർവേഡ്. നോർമലി പോയിൻറ്റ് ഗാർഡ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഗാർഡ് പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്, അവർ തന്നെയാണ് കൂടുതൽ ഗെയിമിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് സപ്പോസ് ഇതിൻ്റെ അകത്തൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ 3 കാറ്റഗറിയിലൊന്നും നടക്കില്ല എന്നുണ്ടെങ്കിലും അവർ ഡയറക്റ്റായിട്ട് പോയിൻറ്റ് ഗാർഡ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഗാർഡ് 3 പോയിൻറ്ററിന് വേണ്ടി പോകും. നോർമലി അങ്ങനെ തന്നെയാണ് NBA സംഭവിക്കുന്നത്. നമ്മൾ കളി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി സ്മോൾ ഫോർവേഡിന് നോർമലി നല്ല ഹൈറ്റുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ കയറി ഡ്രിബിൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. ഡ്രിബിൾ ചെയ്ത് അകത്ത് കയറി ഗോൾ ഇടാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലെയേഴ്സ് തന്നെയാണ് സ്മോൾ ഫോർവേഡ്. പക്ഷേ ഇപ്പോഴത്തെ NBA സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കെയർഫുള്ളായിട്ട് നോട്ട് ചെയ്യുക. ഇപ്പോഴത്തെ NBA സംബന്ധിച്ചിടത്തോളം ഈ പോയിൻറ്റ് ഗാർഡ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഗാർഡ്, സ്മോൾ ഫോർവേഡ് എന്നുള്ള കാറ്റഗറിയിൽ അവർ കിടപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാ രീതിയിലും സ്റ്റീൽസ് ആണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും സ്മോൾ ഒരു പോയിൻ്റ് ആണെങ്കിലും 1 പോയിൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഇവരെ ഈ 5 പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ NBA അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും ഓൾറൗണ്ട് പെർഫോമൻസ് ആണ്. എല്ലാവരും എല്ലാ ഏരിയയിലും കയറി കളിക്കും. സോ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇവരിങ്ങനെയാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല എങ്കിലും നോർമലി ഉള്ള ഗെയിമിൻ്റെ സിനാരിയോ ഇങ്ങനെയാണ്. കാരണം NBA കൂടുതൽ നിങ്ങൾ ലെബ്രൺ ജെയിംസ് ഷൂട്ടിംഗ് ഗാർഡ് അല്ലെങ്കിൽ പോയിൻറ്റ് ഗാർഡ് കളിക്കുന്ന പ്ലെയറാണ്. ബട്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് കൂടുതലായിട്ടും 1 പോയിൻ്റ് ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുന്നത് കാണാൻ പറ്റും. സോ ഈ കാറ്റഗറി പ്ലെയേഴ്സ് എല്ലാവരും ഇപ്പോൾ NBA എല്ലാ പ്ലെയേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ ഓൾറൗണ്ട് പെർഫോമൻസ് എടുക്കുന്നവരാണ്. അപ്പോൾ അത് എല്ലാ ഏരിയയിലും ഓൾറൗണ്ടായിട്ട് കളിക്കും. സോ അത് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ബട്ട് എന്നിരുന്നാലും സ്റ്റാർ പ്ലെയേഴ്സ് ഉള്ള NBA ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റാർ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ക്രെഡിറ്റ് കൂടുതൽ കിടക്കുന്ന പ്ലെയേഴ്സ് നമുക്കറിയാമല്ലോ, അവർ തന്നെയാണ് മെയിനായിട്ടുള്ള സ്റ്റാർ പ്ലെയേഴ്സ്. ആ സ്റ്റാർ പ്ലെയേഴ്സ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ പോകുന്ന 99% മാച്ചസിലും നമ്മുടെ മെയിൻ സ്റ്റാർ പ്ലെയേഴ്സ് തന്നെയായിരിക്കും
നല്ല രീതിയിൽ പോയിൻ്റ് എടുക്കുന്നത് അല്ലാന്നുള്ള ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കുന്നത്. നമുക്ക് GL കളിക്കുമ്പോഴും നമുക്ക് SBS സെയിം ആക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിനെല്ലാം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് GL സുഖമായിട്ട് എടുക്കാം. പക്ഷേ GLൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ എന്തെങ്കിലും ഒരു റിസ്ക്കി ആയിട്ടുള്ള ഒരു ചെറിയ ചേഞ്ച് വരത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് GL 1 lakh അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. സോ അത് നിങ്ങൾ കെയർഫുള്ളി നോട്ട് ചെയ്യുക. സോ ഇതാണ് പോയിൻറ്റ്സ്. ഇനി ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പോയിൻറ്റ് ഗാർഡ് ഇവിടെ ബോൾ ഇടുന്നു, അപ്പോൾ എടുത്തില്ല, ബോൾ പോകുന്നു 1.2 എന്ന് ഞാൻ പറഞ്ഞു ഡിഫൻസീവ് റീബൗണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സെൻട്രൽ ഫോർവേഡ് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ബ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സ്റ്റീലിൻ്റെ സമയത്ത് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറിന് -1 എന്ന് പറഞ്ഞ ടേൺ ഓവർ പോയിൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടേൺ ഓവർ പോയിൻറ്റ് വരും. സോ ടേൺ ഓവർ പോയിൻറ്റ് നിങ്ങൾ കെയർഫുള്ളി നോട്ട് ചെയ്യുക. ടേൺ ഓവർ പോയിൻറ്റും ഒരുപാട് വരാറുണ്ട്. പക്ഷേ ടേൺ ഓവർ പോയിൻ്റ് ഒരുപാട് വന്നിരുന്നാലും ഇത്രയധികം 3 പോയിൻറ്ററും ഒക്കെ കാര്യങ്ങൾ ഇടുന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊന്ന് മേക്കപ്പ് ചെയ്ത് പോകാറുണ്ട് നോർമലി. ഇനി ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. വെബ്സൈറ്റ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന റോട്ടോവെയർ ആണ്. റോട്ടോവെയറിലാണ് ആക്ച്വലി എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആവുന്നത്. ഇനി നിങ്ങൾക്ക് NBA അവരുടെ NBA ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. NBA ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷേ എന്നിരുന്നാലും റോട്ടോവെയറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാറ്റ്സും അതുപോലെ തന്നെ പ്രോബബിൾ ലൈനപ്പും ചിലത് കൺഫേം ആവും. ഇപ്പം നടക്കുന്ന സ്ക്രിമ്മേജ് ഒരിക്കലും കൺഫേംഡ് ലൈനപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. മെയിനായിട്ട് ലൈനപ്പ് വരുന്ന സമയത്ത് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് മുന്നേ നമുക്ക് നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ടീമിൻ്റെ നമുക്ക് കൺഫേംഡ് ലൈനപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ റോട്ടോവെയർ നല്ലൊരു വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ സോഫ സ്കോറിൽ നമുക്ക് ലൈനപ്പും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പക്ഷേ പ്രീവിയസ് ആയിട്ടുള്ള മാച്ചിൻ്റെ അല്ലെങ്കിൽ ബോക്സിൻ്റെ അകത്തുള്ള സ്കോർ, ബോക്സിന് പുറത്തുള്ള സ്കോർസ്, അസിസ്റ്റ്, റീബൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് സോഫ സ്കോർ യൂസ് ചെയ്യാം. ഇനി ഫാൻറ്റസി ലാബ്സ് NBA ട്വിറ്റർ ഹാൻഡിലുണ്ട്. ട്വിറ്റർ ഹാൻഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു 5-10 മിനിറ്റിന് മുന്നേ എന്തെങ്കിലും ഇഞ്ചുറിയോ അല്ലെന്നുണ്ടെങ്കിൽ കളിക്കത്തില്ല എന്നുള്ള ഇൻഫോർമേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാൻറ്റസി ലാബ്സ് NBA ട്വിറ്റർ ഹാൻഡിൽ അവിടെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി അങ്ങനത്തെ ഡീറ്റെയിൽസെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ബട്ട് മാച്ചിൻ്റെ സ്റ്റാറ്റ്സോ കാര്യങ്ങളൊന്നും നമുക്ക് മെയിനായിട്ട് ഫാൻറ്റസി ലാബ്സ് NBA ട്വിറ്റർ ഹാൻഡിൽ നിന്ന് കിട്ടത്തില്ല. അല്ലാതെ ലൈനപ്പിൻ്റെ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൻ്റെ ഇപ്പം കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ലോക്കർ റൂമിലോട്ട് കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകും, അത് ഇഞ്ചുറി പറ്റിയിട്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽസും ഒക്കെ ഫാൻറ്റസി ലാബ് NBA ട്വിറ്റർ ഹാൻഡിലായിരിക്കും വരാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്ലെയറിൻ്റെ ഇത് കൂടുന്നില്ല, നമ്മൾ എന്തോന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ട്വിറ്റർ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുള്ളിയെ ഇഞ്ചുറി കാരണം മാറ്റിയതാണോ അല്ലെങ്കിൽ കാർഡിൻ്റെ ബേസിസിൽ. ഇതിലും കാർഡിൻ്റെ ഒരു സംഭവമാണ്. അതായത് റെഫറിയെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അപ്പോൾ തന്നെ ലോക്കർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ബോളിൽ ബെഞ്ചിലോട്ട് പറയുന്ന പോലെ ഒരു സംഭവമാണ് ലോക്കർ റൂം. അതിലോട്ട് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പിന്നെ പ്ലെയർ കളിക്കാൻ ചാൻസ് ഇല്ല. സോ NBA ഇങ്ങനെ ഒരു പ്രോബ്ലം മിക്കവാറും വരാറുണ്ട്. എന്തെങ്കിലും റെഫറി ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് റെഫറി കളിക്കുന്നത് പുറത്തായി നിങ്ങൾ ലോക്കർ റൂമിൽ പോകാൻ പറയും. അങ്ങനെ പോകുന്ന സമയത്ത് യാതൊരു പോയിൻറ്റും പിന്നെ കിട്ടത്തില്ല, അവൈലബിൾ ആയിരിക്കത്തില്ല. ടീം വേറെ ഏതെങ്കിലും ഒരു പ്ലെയർ ബെഞ്ചിൽ നിന്ന് കളിക്കാനാണ് മാക്സിമം ചാൻസ്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ടീമിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കാര്യമാണ് ഞാൻ സോഫ സ്കോറിൽ കാണിച്ചു തരാൻ പോകുന്നത്. സോഫ സ്കോർ ആകുമ്പോൾ നിങ്ങൾക്ക് നടന്ന മാച്ചിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കിട്ടും. സോ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. സോ നിങ്ങൾ ലോസ് ഏഞ്ചൽസ് ലേക്കേഴ്സിൻ്റെ ലേക്കേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പേജ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ നമുക്ക് നോക്കുമ്പോൾ പോയിൻറ്റ്സ്, അവർക്ക് കിട്ടിയ പോയിൻറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ ക്വാർട്ടറിൻ്റെ പോയിൻറ്റ്സും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ ബെറ്റിംഗ് ഓഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നടക്കാൻ പോകുന്ന, അതായത് 28 ജൂലൈയിൽ ഒരു സ്ക്രിമ്മേജ് മാച്ചുണ്ട്, അതിൻ്റെ ബെറ്റിംഗ് ഓഡ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടാൻ പോകുന്നുണ്ട്. സോ അതിലേറ്റവും കൂടുതൽ ബെറ്റിംഗ് ഓഡ്സ് പോയിരിക്കുന്നത് മീൻസ് കുറവെന്നുള്ളത് ലോസ് ഏഞ്ചൽസ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ അകത്ത് മുന്നേ നടന്നൊരു മാച്ചിൻ്റെ എക്സാമ്പിളിലേക്ക് പോകാം. അതായത് 2 മാർച്ചിൽ നടന്ന ഒരു മാച്ചിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെയാണ്. അന്ന് ജയിച്ചത് ലേക്കേഴ്സാണ്. 114 പോയിൻറ്റ് പെലിക്കൻസ് കിട്ടിയുള്ളൂ, ലേക്കേഴ്സിന് 122 കിട്ടി. ഇനി ആ മാച്ചിൻ്റെ സമ്മറി ഈ ഒരു പോയിൻറ്റ് കാറ്റഗറിയാണ്. ഇനി പോയിൻറ്റ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴും നിങ്ങൾക്കിവിടെ കാണാം ഫ്രീ ത്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് എന്തെങ്കിലും ഫൗളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഫൗളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു എൻട്രി ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിലൊരു ഒറ്റ പോയിൻറ്റേ കിട്ടത്തുള്ളൂ. ഇവിടെ നിന്ന് 3 പ്രാവശ്യം ട്രൈ ചെയ്യാൻ പറ്റും. 3 ത്രോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പോയിൻ്റ് വരെ മാക്സിമം കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു പ്ലെയറിനെയാണോ ഫൗൾ ചെയ്യുന്നത് ആ ഒരു പ്ലെയർ ഇവിടോട്ട് ഈ ഒരു പോയിന്റിൽ വന്ന് സ്കോർ ചെയ്യുക. അങ്ങനെയാണ് ഫ്രീ ത്രോ എന്ന് പറയുന്നത് അതിനെ. ഇനി
എത്രത്തോളം ഫ്രീ ത്രോ പുള്ളി ചെയ്തു എന്നുള്ള ഒരു ഡാറ്റ കിട്ടും. അതായത് നമുക്ക് പ്രീവിയസ് സ്റ്റാറ്റ്സ് കിട്ടും. അതുപോലെ എത്ര 2 പോയിൻറ്റേഴ്സ് അല്ലെങ്കിൽ എത്ര 3 പോയിൻറ്റേഴ്സ്. ഇനി ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇത് ഫോർവേഡാണ്, നിങ്ങൾക്കറിയാം ഒരു 3 പോയിൻറ്റും കിട്ടിയിട്ടില്ല. ലെബ്രൺ ജെയിംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷൂട്ടിംഗ് ഗാർഡ് അല്ലെങ്കിൽ പോയിൻറ്റ് ഗാർഡിൽ കൂടുതൽ കളിക്കുന്ന പ്ലെയറാണ്. 3 ഔട്ട് ഓഫ് 5 3 പോയിൻറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. 2 പോയിൻറ്റേഴ്സ്, അതുപോലെ 11 ഔട്ട് ഓഫ് 16 ഫ്രീ ത്രോസും ഉണ്ട്. ഇനി കുസ്മയുടേത് ഏകദേശം സെൻറ്റർ ഫോർവേഡ് അല്ലെങ്കിൽ പവർ ഫോർവേഡ് എന്നുള്ളൊരു പൊസിഷനാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 പോയിൻറ്റർ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച്, പിന്നെ 2 പോയിൻറ്റേഴ്സും ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ബൾക്ക് ഓഫ് ദ നമുക്ക് കാണാൻ പറ്റുന്നത് ലെബ്രൺ ജെയിംസ്, അല്ലാന്നുണ്ടെങ്കിൽ വില്യംസ്. ഇനി ഇവിടെ ഉള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പിന്നെ ഒരു ഫീൽഡ് ഗോൾസും ഉണ്ട്, അതുപോലെ ഫ്രീ ത്രോസും ഉണ്ട്. എത്ര പോയിൻറ്റ്സ് എന്നുള്ള കാര്യമാണ് ഇവിടെ കിട്ടുന്നത്. ഇനി സമ്മറിൽ നമ്മൾ എടുക്കുക മിനിറ്റ്സ് പ്ലേഡ്. ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ സംഭവം എടുത്തത്. മിനിറ്റ്സ് പ്ലേഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മിനിറ്റ്സ് പ്ലേഡിൽ ഇൻഗ്രാത്തിനെയാണ് ആ ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത്. ഇതിനി നിങ്ങൾ ഇവിടെ ഉള്ള മാച്ചസിൻ്റെ എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആവറേജ് നിങ്ങൾക്ക് എത്രത്തോളം പ്ലെയേഴ്സ് എത്രത്തോളം മിനിറ്റ് കളിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഇൻഗ്രാമാണ്. അതായത് മൊത്തത്തിൽ ആ മാച്ചിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഇൻഗ്രാമാണ്. ട്രൂ ഹോളിഡേ 39 മിനിറ്റ്, ലോൺസോ ബോൾ 38. അതുപോലെ ജെയിംസ് 37, കുസ്മ 36. ഈ കുസ്മ ഈ ഒരു മാച്ചിൽ കളിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേവിസ് ആ മാച്ചിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് കുസ്മ ഇത്രയധികം കളിച്ചത്. നോർമലി ഈ ഒരു കാറ്റഗറിയിൽ വരാൻ പോകുന്നത് ഡേവിസ് ആയിരിക്കും. ഡേവിസിൻ്റെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലെയറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലെയറിൻ്റെ ഇങ്ങനെ എടുക്കുക. പ്ലെയറിൻ്റെ ഓപ്പൺ ആകുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ എത്രത്തോളം മാച്ച് കളിച്ചു, ഒരു മാച്ചിൽ എത്രത്തോളം മിനിറ്റ്സ് കിട്ടും എന്നുള്ളൊരു ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ലെബ്രൺ ജെയിംസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലെബ്രൺ ജെയിംസ് എത്രത്തോളം മിനിറ്റ് കളിക്കും എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതായത് ലെബ്രൺ ജെയിംസ് മിനിമം ഒരു 35 മിനിറ്റ് കളിക്കും. 60 മിനിറ്റ് മാച്ച് കളിച്ചിട്ടുണ്ട്. പോയിൻറ്റ്സ് മിനിമം 25.7 എങ്കിലും മിനിമം ഒരു മാച്ചിലെടുക്കും മിനിമം. ഇനി ഈ ഒരു കാര്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പോയിൻറ്റ്സ് ആ മാച്ചിൽ, അതായത് ഈ ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ 40 പോയിൻറ്റുകൾ എടുത്തിട്ടുണ്ട്. മിനിമം 25.7 എടുക്കും. സോ എന്താണെങ്കിലും സ്റ്റാർ പ്ലെയർ തന്നെയാണ്. പിന്നെ ഫ്രീ ത്രോ 4 എങ്കിലും കിട്ടും 70%. 2 പോയിൻ്റ് എടുക്കുന്നുണ്ട്, 3 പോയിൻ്റ് എടുക്കുന്നുണ്ട്, ഫീൽഡ് ഗോൾസ് ഉണ്ട്, റീബൗണ്ട്സ് ഉണ്ട്. ഡിഫെൻസീവ് ആണെങ്കിലും ഒഫെൻസീവ് ആണെങ്കിലും ഉണ്ട് റീബൗണ്ട്സ്. പിന്നെ സ്റ്റീൽസ് കുറവാണ്. ഞാൻ പറഞ്ഞു സ്റ്റീൽസ് കുറവാവിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ബ്ലോക്കും കുറവാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റും. അത് സോഫർ സ്കോറിലാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. മറ്റേതിനകത്ത് കൂടുതൽ ഇത്രയധികം ഡീറ്റെയിൽസ് കിട്ടത്തില്ല. ഇനി മിനിറ്റ്സ് പ്ലേയുടെ കുറവെടുക്കുന്ന പ്ലെയേഴ്സ് ആയിരിക്കും എപ്പോഴും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കളിക്കുന്നത്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സിൽ തന്നെ നിങ്ങൾ നോക്കേണ്ടത് ഹവേർഡാണ്. നോർമലി ഹവേർഡ്, ഗ്രീൻ, രാജൻ റൊണ്ടോ, മോറിസ്, കുക്ക്, ഇത്രയും പ്ലെയേഴ്സാണ് നോർമലി സബ്ബായിട്ട് കളിക്കാൻ പോകുന്ന പ്ലെയേഴ്സ്. ഇനി കാഡ്വെൽ പ്ലോപ്പ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ലെബ്രൺ ജെയിംസ്, കുസ്മ, കാഡ്വെൽ കോപ്പ്, പിന്നെ മഗ്ഗി, ബ്രാഡ്ലി, ഇത്രയാണ് മെയിനായിട്ടുള്ള ലൈനപ്പിൽ വന്നിട്ടുള്ള പ്ലെയേഴ്സ്. ഇനി ഇത്രയാണ് അല്ലാതെ കളിക്കുന്ന പ്ലെയേഴ്സ്. അതിൽ മഗ്ഗിക്കല്ല, ഹവാർഡിനാണ് ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് കിട്ടിയിരിക്കുന്നത് 21 പോയിൻറ്റ്. പക്ഷേ 8 പോയിൻറ്റേ ഉള്ളൂ. ഡാനി ഗ്രീൻ 23 പോയിൻ്റ് ആണെന്നുണ്ടെങ്കിലും 10 പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് രാജൻ റൊണ്ടോ ഉണ്ട്, പിന്നെ മോറിസ് ഉണ്ട്. മോറിസ് ഇവിടെ 15 മിനിറ്റേ കളിച്ചിട്ടുള്ളൂ, പക്ഷേ 10 പോയിൻ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുക്ക് 12 മിനിറ്റ് 5 പോയിൻറ്റ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ പ്ലേയേഴ്സ് എത്രത്തോളം കളിക്കും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്വാഡിലുള്ളതിൽ ഏതൊക്കെ പ്ലേയേഴ്സാണ് ശരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അല്ലെങ്കിൽ എത്രത്തോളം മിനിറ്റ് കളിക്കും, കാരണം മിനിറ്റ് കളിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് NBA-യിൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും എത്രത്തോളം മിനിറ്റും അല്ലെങ്കിൽ എത്രത്തോളം മിനിറ്റ് കളിച്ച് കഴിഞ്ഞാൽ ആ പ്ലെയർ എത്രത്തോളം പോയിൻ്റ് എടുക്കും, ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ബേസിക് ടിപ്സാണ്, NBA-യിലുള്ള ബേസിക് ടിപ്സാണ്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ തന്നെയാണ്. ഇനി എനിക്ക് ഈ വീഡിയോയിൽ കിട്ടുന്ന റെസ്പോൺസിൻ്റെ ബേസിസിലായിരിക്കും ഞാൻ ഡിഫറെൻറ്റ് ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. അത് SL-നാണെങ്കിലും GL-നാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയിരിക്കും NBA-ക്ക് വേണ്ടി. കാരണം ഞാൻ മുന്നേയും എൻ്റെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, GL കിട്ടാൻ എളുപ്പമുള്ള കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളും NBA ആണ്. NBA-ക്ക് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ക്ലാഷ് വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും കിട്ടാനായിട്ട് ചാൻസ് കൂടുതലുള്ളത് ഫുട്ബോളിനും ബാസ്കറ്റ് ബോളിനുമാണ്. സോ ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഞാൻ ഡിഫറെൻറ്റ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദയവായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.